സന്തോഷമാർഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ പ്രവേശിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സത്യസന്ധമായ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് പലപ്പോഴും പലർക്കും കഴിയാറില്ല. സത്യസന്ധത എന്നത് ജീവിതത്തിലൊരു അനിവാര്യമായ ഘടകമാണ്. എന്നാൽ പലപ്പോഴും പലരും അസത്യ പ്രസ്താവന നടത്തിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ കണ്ടിട്ടുണ്ട്. അസത്യ പ്രസ്താവനകളിലൂടെ നേടിയതായ നേട്ടങ്ങളൊക്കെ താൽക്കാലികമായി നിലനിൽക്കുമെങ്കിലും ശാശ്വതമായ നിലനിൽപ്പ് അതിനില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ചുറ്റുകൾ കാണാം. അവരുടെ ആ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും എന്തല്ല, ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ആ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന പ്രാഥമിക നിമിഷങ്ങളിൽ അല്ലെങ്കിൽ പ്രാഥമിക സമയത്തൊക്കെ ഒരു പക്ഷേ പറഞ്ഞു വരുത്തിയവർക്ക് ഒരു വിജയമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ സത്യം വെളിച്ചത്ത് വരികയും കെടുതി അനുഭവിച്ചവരൊക്കെ പിന്നീട് നന്മകൾ ഉയർച്ച പ്രാപിപ്പാനിടയായി ഇടവരികയും ചെയ്യും. അപ്പോൾ സത്യസന്ധതയിൽ ജീവിച്ചിട്ടും നഷ്ടം വന്നാലും നിരാശപ്പെടുകയൊന്നും വേണ്ട. സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോവുക, അതൊരു വെല്ലുവിളി ഏറ്റെടുക്കുക. താൽക്കാലികമായ നഷ്ടങ്ങളുണ്ടായാൽ പോലും പിന്നീട് അതെല്ലാം നേട്ടങ്ങളായിട്ട്, സന്തോഷങ്ങളായിട്ട്, സമൃദ്ധിയായിട്ട് ദൈവം കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അതേസമയം മറ്റേപാട് സത്യസന്ധത വിട്ട് കള്ളത്തരങ്ങളോട് നേടിയെടുത്തതൊക്കെ നേട്ടമെന്ന് ചിന്തിച്ചാൽ പോലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അല്ല, നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് സത്യസന്ധരായി ജീവിക്കാനായിട്ട്, നിഷ്കളങ്കരായി ജീവിക്കാനായിട്ട് സമർപ്പിക്കുവാനായി സഹായിക്കട്ടെ. ഓർക്കുക, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും സത്യസന്ധത കൈവിടാതെ ജീവിക്കാനായിട്ട് ഉത്സാഹം നമുക്കുണ്ടാകണം. സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങുവാനായിട്ട് ഇടവരെയാണ്. കർത്താവ് സത്യമാണ്. ആ സത്യത്തെ അനുഗമിക്കുന്നവരും അസത്യത്തെ ആരാധിക്കുന്നവരൊക്കെ സത്യനമസ്കാരികൾ എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ സത്യസന്ധത കൈവിടാതെ ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങളുള്ളൊരു ടാസ്ക് തരുന്നതെന്ന് അറിയാമോ? സത്യസന്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.